ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. خلق الإنسان ضعيفا. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ച് ഗൗനിച്ച് അവനെ ഭയപ്പെട്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നമ്മളിൽ ഓരോരുത്തരും പരിശ്രമിക്കണം. മുസ്ലിമായി മുഅ്മിനായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ലോകത്തുനിന്ന് വിട പറയുന്ന സമയത്ത് മരണം ലഭിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല നമുക്ക് പുറത്ത് മാപ്പ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാവുകൊണ്ടും കണ്ണുകൊണ്ടും കൈകാലുകൾ കൊണ്ടും മനസ്സുകൊണ്ടും ശരീരമാസകലം ഏത് നിമിത്തമാണോ നാം തെറ്റിലേക്ക് പോയിട്ടുള്ളത്, അത് മുഖേന ഉണ്ടായ എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്ത് അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഏതാനും ദിവസങ്ങളായി വയനാടിൻ്റെ മുണ്ടക്കൈയിൽ നിന്നും ചൂരൽമലയിൽ നിന്നുമൊക്കെ ഒലിച്ചുപോയ, മണ്ണിനടിയിലേക്ക് ചേർന്നുപോയ, ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ ലഭിച്ചപ്പോൾ ചിലത് കിട്ടാതെ പോയ, പൂർണ്ണ ശരീരത്തോടുകൂടി കിട്ടിയ 300-ലധികം മനുഷ്യരുടെ ആ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അത് മേപ്പാടിയിലേക്ക് ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ കുറേ ദൂരമുണ്ട് നമുക്ക്. എന്നാൽ പോത്തുകല്ലിലും മുണ്ടേരിയിലും ഇങ്ങ് ചുങ്കത്തറയിലും അല്പം ദൂരെ വാഴക്കാടുമൊക്കെയായി ഒലിച്ചുപോയ കുരുന്നു മക്കളുടെ മൃതശരീരം കിട്ടുന്നത്, വലിയ മനുഷ്യരുടെ ബോഡി ലഭിക്കുന്നത് ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയും വിറങ്ങലിക്കുന്ന ശരീരവുമായി മനുഷ്യർ കണ്ടു നിൽക്കുകയും സഹായിക്കുകയും ഓടി നടക്കുകയും ഒക്കെ ചെയ്യുന്ന, മനുഷ്യരുടെ പരസ്പരമുള്ള സഹായത്തിൻ്റെയും ഒരുമയുടെയും ഒക്കെ ചില രംഗങ്ങളെ നമുക്ക് ഈ നിമിഷം വരെ കാണാൻ സാധിച്ചു. രക്ഷാപ്രവർത്തനത്തിലും മരണപ്പെട്ടു പോയവരുടെ മയ്യത്തുകൾ പുറത്തെടുക്കുന്നതിനുമൊക്കെ കഠിനാധ്വാനം ചെയ്ത മനുഷ്യർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയവരിൽ കുറേ കുഞ്ഞുങ്ങളുണ്ട്. 45ഓളം കുട്ടികളെ ഇനിയും കിട്ടാനുണ്ട് എന്ന് ഔദ്യോഗികമായ കണക്കിൽ പറയുന്നു. അവരെ കാണാനില്ല. തകർന്നു വീണിരിക്കുന്ന കോൺക്രീറ്റ് സ്ലാബുകൾക്കടിയിലോ കുമിഞ്ഞുകൂടിയിട്ടുള്ള ചെളിക്കടിയിലോ ഒലിച്ചുപോയിട്ടുള്ള വെള്ളത്തിൻ്റെ പാച്ചിലിനിടയിലോ
ആ കുരുന്നു മക്കളെ കാണാതെയായതാണ്. ഞങ്ങളുടെ കുരുന്നു മക്കളുടെ ബോഡിയെങ്കിലും ശരീരമെങ്കിലും ഞങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹിച്ച് കണ്ണീരൊലിപ്പിച്ച് സങ്കടക്കഥകൾ പറയുന്ന മാതാപിതാക്കളെ ഞാനും നിങ്ങളും കാണുകയാണ്. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരിക്കും ഈ അപകടമെന്ന് നമ്മുടെ മനസ്സൊക്കെ അറിഞ്ഞോ അറിയാതെയോ മന്ത്രിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കുരുന്നു കുഞ്ഞ് കുറേ സമയമുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. എൻ്റെ ഉമ്മ എൻ്റെ കയ്യിൽ നിന്ന് വഴുതി നീങ്ങുന്നത് നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. 1:30-ക്കുണ്ടായ ശബ്ദം കേട്ട് ഞങ്ങൾ ഓടി മറിഞ്ഞ് എവിടേക്ക് പോകണമെന്നറിയാതെ, ഏതിലെ പോകണമെന്നറിയാതെ കാട്ടിലേക്കും വനത്തിലേക്കും കയറിയപ്പോൾ കാട്ടാനകളെ കണ്ട് ഞെട്ടിപ്പോയ ഞങ്ങൾക്ക് മുമ്പിൽ വെളിച്ചമില്ലായിരുന്നു. പക്ഷെ ഞങ്ങളറിയാത്ത, ഞങ്ങളുടെ നാട്ടുകാരല്ലാത്ത മനുഷ്യർ പ്രഭാതത്തിൻ്റെ സൂര്യപ്രകാശം അവിടെ വന്ന് വീടുമ്പോഴേക്ക് അതാ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് നാനാഭാഗത്തു നിന്നും ആളുകൾ രക്ഷാപ്രവർത്തനത്തിന് കയറി വരുന്നത് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ നിറയെ കണ്ടു എന്ന് രക്ഷപ്പെട്ടവർ പറയുന്നുണ്ട്. അല്ലേ സഹോദരങ്ങളെ, അവിടെ ചില ആളുകൾ പറഞ്ഞ വാക്ക് ഞാൻ എടുത്തുദ്ധരിക്കുകയാണ്. ഞാൻ രക്ഷപ്പെടാനുള്ള കാരണം അത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. ആനയുടെ ഇറക്കമായിരുന്നു ഞങ്ങളെ ഉണർത്തിയത്. എന്താ കാരണം? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ആ അപകടം സംഭവിച്ച സ്ഥലം ആളുകൾ ഇങ്ങനെ സന്ദർശിക്കുമ്പോൾ ഒട്ടിയ വയറുമായി പൊളിഞ്ഞു തകർന്നു പോയ തറയുടെ അടയാളം പോലും ബാക്കിയില്ലാത്ത മണ്ണിൽ തന്നെ ഇത്രയും കാലം പോറ്റി വളർത്തിയ യജമാനനെ തപ്പുന്ന പട്ടിയെ കാണുകയാണ്. അല്ലേ, കറന്നെടുക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് അകിട് വീർത്ത പാലുമായി പശുക്കൾ അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇത്രയും വലിയ ദുരന്തമുണ്ടായി, കോൺക്രീറ്റ് സ്ലാബുകളും വീടുകളും തറകൾ പോലും ബാക്കിയാക്കാതെ ഈ അപകടം സംഭവിച്ചപ്പോ ഈ പട്ടിക്കുഞ്ഞെവിടെയായിരുന്നു? ഈ പശു എവിടെയായിരുന്നു? ഈ ആട് എവിടെയായിരുന്നു? അല്ലാഹു തആല ഈ നാക്കാലികളെ ശിക്ഷിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല, പരീക്ഷണത്തിൽ അകപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടില്ല. ലോകത്തിന്റെ നാനാഭാഗത്തുണ്ടായ ദുരന്തങ്ങളെല്ലാം ഞാനും നിങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ കെട്ടിയിടപ്പെടാത്ത നാക്കാലികൾ രക്ഷപ്പെടുന്ന രംഗമാണ് കഴിഞ്ഞ ദുരന്തങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഗുജറാത്തിൽ ഉത്സവം കഴിഞ്ഞ് മടങ്ങുന്ന ആളുകൾ അന്ന് അവിടെ ഭൂകമ്പമുണ്ടായപ്പോ രക്ഷപ്പെട്ട ആളുകൾ പിറ്റേ ദിവസം പത്രങ്ങളിലും ചാനലുകളിലും പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങൾ ഉത്സവം കഴിഞ്ഞ് മടങ്ങുമ്പോ അവിടെ 2 ഉത്സവങ്ങളായിരുന്നു ഗുജറാത്തിൽ ഉണ്ടായിരുന്നത്. ഒന്നൊരു അമ്പലത്തിന്റെ ഉത്സവമായിരുന്നു, ഒന്ന് ഒരു കെട്ടിപ്പൊക്കിയ ഖബറുമായി ബന്ധപ്പെട്ട ഉത്സവമായിരുന്നു. ഈ 2 ഉത്സവങ്ങളും കഴിഞ്ഞു മടങ്ങുന്ന ആളുകൾ പറഞ്ഞത്, ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ 12:30-ക്കും 1 മണിക്കുമൊക്കെ നാക്കാലികൾ, ആടുകൾ ഇങ്ങനെ റോഡിലൂടെ ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായി നടന്നു പോവുകയാണ്. ഞങ്ങളത് ചർച്ച ചെയ്തു, എന്താ ഈ നാക്കാലികളൊക്കെ, പശുക്കളൊക്കെ ഇങ്ങനെ പോകുന്നത്? കൂട്ടത്തിലുള്ളവർ പറഞ്ഞു, ഇത് എന്നുണ്ടാവും, നമ്മൾ ഇന്ന് 1 മണിക്ക് നടന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്, ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഉണ്ടായിട്ടുണ്ടാകും, ഇങ്ങനെ പോകുന്ന നാക്കാലികളായിരിക്കും. അല്ല, അവർക്ക് അല്ലാഹു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞു, പൊയ്ക്കോളൂ. ഇന്നലെ ഞങ്ങളുടെ വീടിനടുത്ത് ആനകൾ സാധാരണ വരാറില്ല. ഈ അപകടം സംഭവിക്കുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഞങ്ങളെ ഉണർത്തിയത് അവിടെ എത്തിയ കാട്ടാനകളായിരുന്നു. അവർ നിങ്ങളെ ആക്രമിക്കാൻ വന്നതല്ല, അവരെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഈ മൃഗങ്ങൾക്ക് ചില സൂചനകൾ അല്ലാഹു കൊടുക്കും. അവർ ഒതുങ്ങി നിൽക്കുന്ന, അടങ്ങി നിൽക്കുന്ന ആനകളും മൃഗങ്ങളും ഓടുകയാണ്, രക്ഷപ്പെടുകയാണ് അവിടെ നിന്ന്. അതുകൊണ്ടാണ് അവർ ഉണർന്നത്. പ്രിയപ്പെട്ടവർ, ഞാനിത് പറയുന്നത്, ഈ സമയം നമ്മുടെ മനസ്സിൽ വരേണ്ട ചില ചിന്തകളുണ്ട്. ഒരുപാട് വിശദീകരിച്ച് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ ചുരുക്കി ചില കാര്യങ്ങൾ പറയാണ്. നമ്മളൊക്കെ വളരെ ദുർബലരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചില ആളുകൾ ഇതൊക്കെ കണ്ടിട്ടും മഹന്തയുടെ വർത്തമാനങ്ങൾ പറയുന്നവരുണ്ട്. ഇവിടെയും വർഗീയത കുത്തിവെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഇവിടെയും വിഷം ചീറ്റാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അല്ലേ, അവരെ കുറിച്ചൊന്നും നമുക്കൊന്നും ഇപ്പൊ പറയാനില്ല. ദുരന്തമെന്നത് പരീക്ഷണമാണ്, ഒരുപക്ഷെ പരീക്ഷണമാണ്, ഒരുപക്ഷെ ശിക്ഷയാണ്. മഴ എന്നത് അനുഗ്രഹമാണ്, ചിലപ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണമായി ശിക്ഷയായിട്ടും അള്ളാഹു ഇറക്കാറുണ്ട്. എവിടെയൊക്കെ ശിക്ഷയായി, എവിടെയൊക്കെ പരീക്ഷണമായി എന്ന് നിർവചിക്കാനും പറയാനും നമ്മൾ ആരുമല്ല.
പക്ഷെ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, നമ്മളൊക്കെ നിസ്സാരന്മാരാണ് എന്ന് തിരിച്ചറിയാൻ ഇതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ പറ്റണം. ഓരോ ദുരന്തങ്ങളും നമ്മുടെ മുന്നിലെത്തുമ്പോ ചില ഇബറത്തുകൾ, ചില ഗുണപാഠങ്ങൾ നമുക്ക് കിട്ടാനുണ്ട് എന്ന് നമ്മൾ അറിയണം. അതാ ഞാൻ പറഞ്ഞത്, ഗുജറാത്തിലെ നാക്കാലികൾ നടന്നു പോയത് അവിടുന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിറ്റേ ദിവസം പത്രം പറഞ്ഞു, ചാനൽ പറഞ്ഞു, കെട്ടിയിടാത്ത എല്ലാ മൃഗങ്ങളും രക്ഷപ്പെട്ടു. കയറിൽ കുടുങ്ങിക്കിടന്നവർ കയറ് പൊട്ടിക്കാൻ ശ്രമിച്ചു. കയറ് പൊട്ടിയവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇല്ല, പൊട്ടിക്കാൻ പറ്റാതെ അവിടെ കുടുങ്ങിപ്പോയ മൃഗങ്ങൾ അതിൽ പെട്ടുപോയി. അല്ലേ? അതാ നിങ്ങൾ അത്ഭുതത്തോടു കൂടി ചിന്തിക്കുക. എന്നും വരാന്തയിൽ കിടന്നുറങ്ങുന്ന ഈ പട്ടിക്കുട്ടി, തൊഴുത്തിൽ നിൽക്കുന്ന ഈ പശു, എങ്ങനെ യജമാനൻ ഒലിച്ചുപോയ വീടിന്റെ അടയാളം പോലും ബാക്കിയില്ലാത്ത വീടിന്റെ മുറ്റത്ത് തെരച്ചിൽ നടക്കുമ്പോ ആ അടയാളങ്ങൾ ബാക്കി നിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെ വന്നു നിൽക്കുന്നു അവർ എന്ന് അത്ഭുതത്തോടു കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. ഞാൻ ഓതി വച്ച ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഖുലിഖൽ ഇൻസാനു ലഈഫ, മനുഷ്യൻ വളരെ ബലഹീനനാണ്. മനുഷ്യരെ നമുക്ക് തോന്നുകയാണ് എൻ്റെ കയ്യിൽ പലതുമുണ്ട്, കൊട്ടാരമുണ്ട്, വീടുണ്ട്, ജോലിയുണ്ട്, വലിയ സാലറിയുണ്ട്, ആസ്തിയുണ്ട്, പലതുമുണ്ട്, പക്ഷെ നീ ദുർബലനാണ്. ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നവരെ ഒന്ന് ഞാനും നിങ്ങളും രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ചാലും ഒരുപക്ഷെ റബ്ബിന്റെ തീരുമാനം അതിനപ്പുറമാണെങ്കിൽ രക്ഷപ്പെടുത്താൻ ചെന്നവനെയും കൊണ്ട് ആ ഒഴുക്ക് നീങ്ങുകയാണ്. അല്ലേ? അത്ഭുതകരമായി ഒരു മനുഷ്യന്റെ കടുത്തു മാത്രം പുറത്ത് കണ്ട് മണിക്കൂറുകൾ മണ്ണിനടിയിൽ കിടന്ന് രക്ഷാപ്രവർത്തകന്മാരെ ദൂരെ നിന്ന് കാണുമ്പോ അനക്കാൻ ഉയർത്താൻ പറ്റാത്ത കൈകൊണ്ട്, ശബ്ദമിടാൻ പറ്റാതെ തൊണ്ട ഇടറിപ്പോയിട്ടും അവർ കേൾക്കുമാർ ബഹളമുണ്ടാക്കി തന്റെ വിരലുകൾ അനക്കി അവിടെ ശ്രദ്ധ കൊണ്ടുവന്ന് ആ മനുഷ്യനെ ആ മണ്ണിൽ നിന്ന് വലിച്ചൂരുന്ന രംഗം, പ്രിയപ്പെട്ടവരെങ്ങനെ അള്ളാഹു ചിലത് നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലേ? ചിലത് പഠിക്കാൻ നമുക്കുണ്ട്. അള്ളാഹു താല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞെന്താ അറിയോ? യാ യുഹന്നാസ്, ഓ മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഓരോ മനുഷ്യരും ആലോചിക്കേണ്ടത്, നിങ്ങൾ ദുർബലരാണ്, നിങ്ങൾ ആശ്രിതന്മാരാണ് അള്ളാഹുവിന്റെ മുമ്പിൽ. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹുവാണ് ഗനിയ്, ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തവൻ അള്ളാഹുവാണ്. നമ്മളോ എല്ലാവരും മനുഷ്യരൊക്കെ പലരെയും ആശ്രയിക്കേണ്ടവരാണ്. എൻ്റെ കൈ ഒന്ന് പിടിക്കൂ എന്ന് ഇന്ന് വരെ പറയാത്തവർ എന്നെ ഒന്ന് പിടിക്കൂ, എന്നെ ഒന്ന് കൊണ്ടുപോകൂ എന്ന് പറയേണ്ടി വരും. മനുഷ്യരെങ്ങനെയാണ്? അല്ലാഹു തആല ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. എന്നാൽ ഈ അപകടങ്ങൾ ലോകത്ത് നടന്നതൊക്കെ പരീക്ഷണം നടത്തി നോക്കൂ, പരിശോധിച്ചു നോക്കൂ, അത് വായിച്ചു നോക്കൂ, ചരിത്രങ്ങളെ താളുകളെ പിറകിലേക്ക് മറിച്ചു നോക്കൂ. അധികവും മനുഷ്യർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ്. എന്തിനാ ഈ മനുഷ്യർ ഉറങ്ങിക്കിടക്കുന്ന സമയം? മനുഷ്യരുടെ മേലെയാണ് അള്ളാഹു പരീക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. നാക്കാലികൾ അവർ ചിന്തിക്കാൻ കഴിവില്ലാത്തവരാണ്, അവരാലോചിക്കാൻ കഴിവില്ലാത്തവരാണ്, കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ കഴിവില്ലാത്തവരാണ്. മനുഷ്യരെ, നമുക്കാണ് അല്ലാഹു ബുദ്ധി നൽകിയത്, ചിന്താശക്തി നൽകിയത്. ഖുർആനിൽ മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് 200-ലധികം സ്ഥലത്ത് ചോദിച്ചത് നാക്കാലികളോടല്ല. അഫലാ യതദബ്ബറൂൻ എന്ന് ചോദിച്ചത്, അഫലാ തഅഖിലൂൻ എന്ന് ചോദിച്ചത് നാക്കാലികളോടല്ല. ആകാശത്തിന്റെ മേലാപ്പിൽ പാറി നടക്കുന്ന പക്ഷികളോടല്ല, വെള്ളത്തിന്റെ ആഴിയിൽ ഊളിയിട്ട് പോകുന്ന മത്സ്യങ്ങളോടും ജീവജാലങ്ങളോടുമല്ല, മറിച്ച് ഇവരെയെല്ലാം നിയന്ത്രിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരോടാണ് നിങ്ങൾ ചിന്തിക്കുന്നവരല്ലേ, ആലോചിക്കുന്നവരല്ലേ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശിക്ഷയും പരീക്ഷണങ്ങളും ഒക്കെ ഇറങ്ങുമ്പോ അള്ളാഹു തആല ഖുർആനിൽ ചില പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. സൂക്ഷ്മത പാലിച്ചവർ, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചവർ, അവർക്ക് അള്ളാഹു ചില ബറക്കാത്തുകൾ ഇറക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അതിന്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വലൗ അന്ന അഹ്ലൽ ഖുറാ, ഒരു ഗ്രാമത്തിലെ മനുഷ്യർ, ഒരു നാട്ടിലെ മനുഷ്യർ, ആളുകൾ, ആമാനു, അവർ അള്ളാഹുവിൽ വിശ്വസിച്ചു, വത്തഖൗ, അവർ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു, ലഫതഹ്നാ അലൈഹിം, അവരുടെ മേൽ നാം ഇറക്കി കൊടുക്കും, ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിൽ നിന്ന് ഭൂമിയിൽ നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അള്ളാഹു തആല അവർക്ക് മേൽ ഇറക്കി കൊടുക്കും. അള്ളാഹ്
സാധാരണഗതിയിൽ മനുഷ്യർക്ക് ഇങ്ങനെ അനുഗ്രഹം കൊടുക്കാൻ ഏറെ ആഗ്രഹിക്കുന്നവനാണ് അല്ലാഹ്. പക്ഷെ മനുഷ്യന്റെ ദുഷ്കർമ്മങ്ങൾ, മനുഷ്യന്റെ ദുഷ്ചെയ്തികൾ, മനുഷ്യന്റെ ദുഷ്ചിന്തകൾ, മനുഷ്യൻ അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്നു പോകുന്നത്, ഇതേ എവിടെയാണ് അപകടം സംഭവിച്ചത്? അതിൽ എല്ലാവരും മോശപ്പെട്ടവരാകണമെന്നില്ല. വലിയൊരു ജനക്കൂട്ടം നല്ലവരാകാം. പക്ഷേ ഒരു സ്ഥലത്ത് ശിക്ഷ ഇറക്കുമ്പോ അതിൽ നല്ലവരും ചീത്തയാളുകളും എല്ലാവരും ഉൾപ്പെടും. അങ്ങനെയാണ് പരീക്ഷണങ്ങൾ ഉണ്ടാവാറുള്ളത്. ഇന്ന സ്ഥലത്ത് നടന്നത് അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. അള്ളാഹു അവരിൽ മരണപ്പെട്ടവർക്ക് ഷഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുരുന്ന മക്കൾക്ക് അള്ളാഹു സ്വർഗം നൽകും. അള്ളാഹു അവരെ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു സ്വാന്തനം നൽകുമാറാകട്ടെ, ആശ്വാസം നൽകുമാറാകട്ടെ. പിടിച്ചു നിൽക്കാനുള്ള ഹൃദയത്തിന്റെ കേൾപ്പ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മള്. അള്ളാഹുവിനെ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ബറക്കാത്തുകൾ ചൊരിഞ്ഞു കൊടുക്കും. വലാകിൻ കദ്ദബു, പക്ഷേ ചില ആളുകൾ കളവാക്കുകയാണ് പതിവ്. ചില ആളുകൾ അള്ളാഹുവിനെ ധിക്കരിക്കുകയാണ് സ്വഭാവം. അപ്പോ അല്ലാഹു പറയുക ഫഅഖദിനാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തത് നിമിത്തം നാം അവരെ ഒരു പിടുത്തം പിടിക്കുന്നതാണ്. അത് ലോകത്തിന്റെ നാനാഭാഗത്തുണ്ടായിട്ടുണ്ട്, ഇല്ലേ പ്രിയപ്പെട്ടവരെ? ഇത് ലോകത്ത് എത്രയോ സംഭവങ്ങൾ കടന്നുപോയിട്ടുണ്ട്. നമ്മളത് പഠിച്ചാൽ മനസ്സിലാക്കിയാൽ ആ കാര്യം കൂടുതൽ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരും. എന്നിട്ടല്ല പറയാ അഫ അമിന അഹ്ലുൽ ഖുറാ, അഫ അമിന, നോക്കൂ നിങ്ങള്, നിർഭയരായി നിൽക്കുകയാണോ? ഒരു നാട്ടിലെ മനുഷ്യരിങ്ങനെ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന രൂപത്തിൽ നിർഭയത്വത്തോടു കൂടി നിൽക്കുകയാണോ? ഏതിനെ തൊട്ട്? ഉറങ്ങിക്കിടക്കുമ്പോ, കണ്ടോ, ഉറങ്ങിക്കിടക്കുമ്പോ. എവിടെ? ഗുജറാത്തിൽ എന്താ ഉണ്ടായത്? ആ ലോകത്തിന്റെ നാനാഭാഗത്തുണ്ടായ സമയം ഒന്ന് പരിശോധിച്ച് നോക്ക് നിങ്ങൾ. ഏത് ഉത്സവത്തിന് പോയവരും ഏത് എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നവരും ഒരു 12 മണിക്കൊക്കെ തിരിച്ചു വന്നു വീട്ടിൽ. 1 മണിക്കൊക്കെ അവർ ഉറങ്ങാൻ തുടങ്ങി. 2 മണിക്ക്, 2:30ക്ക്, 2:45, 3 മണിക്ക്, ഈ സന്ദർഭങ്ങളിലൊക്കെയാണ് പല ഭാഗത്തും ലോകത്തിന്റെ നാനാഭാഗത്ത് പരീക്ഷണങ്ങൾ ഇറങ്ങിയത്. അല്ലാഹു ഖുർആനിൽ പറയുന്നതോ അഫ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമുൻ, അവർ ഉറങ്ങിക്കിടക്കുമ്പോ അവർ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷകളും പരീക്ഷകളും വരുന്നതിനെ കുറിച്ച്, പടച്ചവന്റെ ശിക്ഷ പിടികൂടുന്നതിനെ കുറിച്ച് അവർ പേടിയില്ലാതെ ഇരിക്കുകയാണോ? നിർഭയരായിരിക്കുകയാണോ? മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും ഒലിച്ചുപോയി വെള്ളത്തിൽ പ്രിയപ്പെട്ടവരാകപ്പെട്ട് ഈ നാട്ടിൽ നിന്ന്, നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ, മർഹമത്ത് നൽകുമാറാകട്ടെ, ഷഹീദിന്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറങ്ങുന്നത് വരെ തന്റെ മൊബൈൽ ഫോണിൽ വൃത്തികെട്ട സൈറ്റിലൂടെ കടന്നുപോയി ഉറക്കം വന്ന് നെഞ്ചിലേക്ക് ആ ഫോണും ചേർത്ത് പിടിച്ച് അങ്ങനെയാണ് ഒരാൾ മരണപ്പെട്ടതെങ്കിൽ അയാൾക്ക് ഷഹീദിന്റെ കൂലി പോയിട്ട് നല്ലൊരു മരണം കിട്ടി എന്ന് പറയാനാകുമോ? ആകുമോ പ്രിയപ്പെട്ടവരെ? വ്യഭിചാരത്തിന്റെ മായാലോകത്ത് അന്ന് രാത്രി അകപ്പെട്ടവർ, പ്രിയപ്പെട്ടവരെ, അവർക്ക് അല്ലാഹുവിന്റെ ബറക്കാത്തും അല്ലാഹുവിന്റെ പ്രതിഫലവും പരലോകരക്ഷയും കിട്ടുമെന്ന് പറയാൻ നമുക്കാകുമോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് യുവാക്കളെ, യുവതികളെ, ജുമുഅ ഖുത്ബയിൽ പങ്കെടുക്കുന്നവരെ, ഏത് സന്ദർഭത്തിലും നമ്മൾ വിചാരിക്കാത്തതിനപ്പുറമായി നമ്മെ തേടി വരുന്ന അപകടങ്ങളും മരണങ്ങളും പരീക്ഷണങ്ങളുമൊക്കെ നാം വിചാരിക്കുന്ന റൂട്ടിലല്ല കടന്നു വരിക. ഏത് സമയത്തും എനിക്ക് തിരിച്ചു പോവേണ്ടി വരുമെന്ന ബോധത്തോടു കൂടിയാണ് ഏത് രാത്രിയും നമ്മൾ കടിച്ചു കൂട്ടേണ്ടത്. ആ ഒരു ബോധം നമുക്കിതിൽ നിന്ന് കിട്ടണം. അതാണ് അവിടെ പറഞ്ഞത്. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ നിങ്ങളെ ശിക്ഷ പിടികൂടുകയില്ല എന്ന് നിങ്ങൾക്ക് ഒരു പേടിയില്ലാതെ നിങ്ങൾക്ക് കിടക്കാൻ തോന്നുന്നുണ്ടോ? നിർഭയരായിരിക്കുകയാണോ? അവ അമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ളുഹം വഹും യൽഅബൂൻ, അല്ല നിങ്ങൾ ഇങ്ങനെ കളിച്ച് രസിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളെ ശിക്ഷ പിടികൂടുകയില്ല എന്ന ഒരു ഭയമില്ലായ്മ, ഒരു പേടിയില്ലായ്മ, ഒരു നിർഭയത്വം നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്നുള്ള ചോദിച്ചിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്ന എങ്ങനെ അറിയോ? അഫ അമിനു മക്റല്ലാഹ്, അല്ലാഹുവിന്റെ തന്ത്രത്തെ തൊട്ട്, അല്ലാഹുവിന്റെ മക്റിനെ തൊട്ട് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? ഫലാ യഅ്മനു മക്റല്ലാഹ് ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നഷ്ടകാരികളല്ലാത്ത മനുഷ്യന്മാർ, നഷ്ടകാരികളല്ലാത്തവർ എന്ന് പറഞ്ഞാൽ നഷ്ടം സംഭവിക്കാനിരിക്കുന്നവരല്ലാതെ ഒരിക്കലും അല്ലാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് നിർഭയത്വം അവർക്ക് വരില്ല.
പേടിയില്ലാതെ ഇരിക്കാൻ അവർക്ക് കഴിയില്ല. ഏത് രാത്രിയും ഉറങ്ങുന്ന സമയത്തും കളിക്കുന്ന സമയത്തും യാത്രയിലും ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബെന്നെ തിരിച്ചു വിളിക്കാമെന്ന പേടിയും എല്ലാം കാണുന്നവൻ എന്റെ റബ്ബാണ് എന്ന ബോധവും ഏത് സമയത്തും എന്നെ നിരീക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവനെന്നും എന്റെ ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും അറിയുന്നവനാണ് അവനെന്നും ഈ ബോധത്തിൽ ജീവിക്കേണ്ടവനാണ് മുസൽമാൻ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. മാത്രമല്ല അള്ളാഹു പറയുകയാ, നാം ഭൂമിയിൽ മനുഷ്യരെ ഇങ്ങനെ വേർതിരിച്ചു നിർത്തിയിരിക്കുകയാണ്, പല ടീമുകളായി നിർത്തിയിരിക്കുകയാണ്. പല ഭാഗത്തും പല രൂപത്തിലുള്ള ആളുകളാണ്, പല വിശ്വാസക്കാരാണ്, പല സ്വഭാവക്കാരാണ്, പല പെരുമാറ്റക്കാരാണ്. മിൻഹുമുസ് സ്വാലിഹൂൻ, അവരിൽ അല്ലാഹു തആല പറയാ അവരിൽ നല്ലവരുണ്ടാകും. വമിൻഹും ദൂന ദാലിക്, നല്ലവരിന് താഴെ നിൽക്കുന്നവരുമുണ്ടാകും. ആ നല്ലവരുമുണ്ടാകും, നല്ലവർക്ക് താഴെ നിൽക്കുന്നവരുമുണ്ടാകും, നല്ലവരല്ലാത്തവരുമുണ്ടാകും. അപ്പോൾ ഒരു നാടിൽ പരീക്ഷണം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ആ പരീക്ഷണത്തിൽ എല്ലാം മോശപ്പെട്ടവരാണ് എന്നർത്ഥത്തിൽ ആരും മനസ്സിലാക്കേണ്ടതില്ല. അവരിൽ നല്ലവരുണ്ടാകും, അവരിൽ നല്ലവരല്ലാത്തവരുമുണ്ടാകും. പക്ഷെ ഒരു നാടിനുള്ള പരീക്ഷണത്തിൽ അകപ്പെടുത്തുമ്പോ എല്ലാവരും അതിൽ പെട്ടുപോകുമെന്ന ബോധമുണ്ടാകണം. ഒരു സമൂഹത്തെ ഒന്നിച്ച് ബാധിക്കുന്ന വിധത്തിലാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരിക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പറയാ, നാം അവരെ പരീക്ഷിക്കുന്നത് ബിൽ ഹസനാതി വസ്സയ്യിആത്ത്, നന്മ കൊണ്ടും നാം അവരെ പരീക്ഷിക്കും. നമ്മൾ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓർക്കും, ആ ഉമ്മമാരുടെ കരച്ചിൽ നമ്മൾ കേൾക്കും, അവരുടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുന്നത്, കരയാൻ പോലും തന്റെ ചുണ്ടുകൾ അനക്കാൻ പറ്റാതെ, അതേ കണ്ണുനീര് കരഞ്ഞു കരഞ്ഞു വറ്റി, ഇനി കരയുമ്പോ കണ്ണുനീർ ഒലിച്ചിറങ്ങാനില്ലാത്ത വിധം പ്രയാസത്തിന്റെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യന്മാർ ശരിക്ക് ചിന്തിക്കണേ, ഇത് റബ്ബിന്റെ പരീക്ഷണമാണ്. അല്ല തന്നെ പറയാ, വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആത്ത്, നന്മ കൊണ്ടും നാം അവരെ പരീക്ഷിക്കും, തിന്മ കൊണ്ടും നാം അവരെ പരീക്ഷിക്കും. ഇങ്ങനെയുള്ള ചില ശിക്ഷകളും പരീക്ഷണങ്ങളും വരുമ്പോ എല്ലാവരും ഉണരും. നന്മ കൊണ്ട് പരീക്ഷിക്കുമ്പോ ആരും ഉണരാതെ പോകുന്നു. ഇതാ പ്രയാസത്തിലായിരുന്നു ഈ നാട് മുഴുവനും, കഷ്ടപ്പാടിൽ നിന്ന് മാറി, അതേ ദുരിതങ്ങളിൽ നിന്ന് മാറി, പ്രയാസങ്ങളിൽ നിന്ന് മാറി, ഇടയ്ക്കെവിടെയോ ഒരു തടയുന്ന വറ്റും മാത്രമായി കഞ്ഞി കുടിച്ച കാലം മറന്ന് അല്പമൊന്ന് ഉഷാറായി വരുമ്പോഴേക്ക് അള്ളാഹുവിനെ മറക്കുന്ന, നമസ്കാരം മറന്നു പോകുന്ന, പള്ളി മറന്നു പോകുന്ന, സാധുക്കളെയും പാവങ്ങളെയും മറന്നു പോകുന്ന ഈ സ്വഭാവം മനുഷ്യർക്കുണ്ടാകാം. നിനക്ക് പണം തന്ന് പരീക്ഷിക്കാം, ജോലി തന്ന് പരീക്ഷിക്കാം, ആസ്തിയും സമ്പത്തും തന്ന് പരീക്ഷിക്കാം, ധാരാളമായി സ്വത്ത് തന്ന് പരീക്ഷിക്കാം. ഇതൊക്കെ കണ്ടിട്ടും പ്രിയപ്പെട്ടവര് നമ്മുടെ മനസ്സ് പാകപ്പെടുന്നുണ്ടോ? ഇങ്ങനൊരു ദുരന്തം മാധ്യമാണോ? ഇതിനു മുമ്പും ഉണ്ടായിട്ടില്ലേ? എന്നിട്ട് പിശുക്കത്തരത്തിൽ നിന്ന് മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? ലുബ്ധതയിൽ നിന്ന് മാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൈനീട്ടി വരുന്നവരോട് മാന്യമായി പെരുമാറാൻ കഴിഞ്ഞിട്ടുണ്ടോ? പാവപ്പെട്ടവർ വേദനിക്കുന്നു എന്നറിയുമ്പോ ആരും നമ്മുടെ മുമ്പിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ മനസ്സുകൊണ്ട് നീയത്ത് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് എനിക്ക് തന്ന റബ്ബ് ഇതേ റബ്ബാണ്. അവിടെ വീടും അവിടെ സ്വത്തും അവിടെ ആസ്തിയും സർവ്വതും ഒന്നുപോലും തിരിച്ചു കിട്ടാത്ത വിധത്തിൽ മണ്ണിലേക്ക് ചേർത്തിക്കളഞ്ഞത് അതേ റബ്ബാണ് എനിക്ക് തന്നത്. എന്റെ ഭൂമി തന്നത്, എന്റെ മണ്ണ് തന്നത്, എന്റെ ആസ്തി തന്നത്. എന്നിൽ നിന്നും തിരിച്ചു വിളിക്കാൻ സെക്കൻഡുകൾ മതി അല്ലാഹുവിന് എന്ന ബോധം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടായിട്ടുണ്ടോ? അതൊക്കെയാണ് കിട്ടേണ്ട ഗുണപാഠം, അതൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത്. അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞു, നിങ്ങളെ പരീക്ഷിക്കുന്ന രീതി വലനബ്ലുവന്നക്കും, നമുക്കറിയുന്ന ആയത്താ, വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാൽ. കണ്ടോ, സമ്പത്തിന്റെ കുറവ് കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, പട്ടിണി കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, പേടി കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അവരോടൊന്ന് ചോദിച്ചു നോക്ക്, ആ പേടിച്ചു വിറച്ച ആളുകളോട് എനിക്കൊന്നും പറയാനില്ല, എനിക്കിതേ ഓർമ്മയുള്ളൂ, ഒരു സൗണ്ട് കേട്ടതേ ഓർമ്മയുള്ളൂ, അതിന്റെ പേടി നടുക്കം എന്നിൽ നിന്ന് മാറിയിട്ടില്ല. പേടി കൊണ്ട് നമ്മളല്ല പരീക്ഷിക്കും, വിശപ്പ് കൊണ്ടല്ല പരീക്ഷിക്കും. പോര പ്രിയപ്പെട്ടവരെ, സമ്പത്തിന്റെ കുറവ് കൊണ്ടും അതേ വല്ലംഫുസി, ആളുകളുടെ മരണം കൊണ്ടും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആളുകളെ കുറച്ചുകൊണ്ടുമൊക്കെ അല്ല പരീക്ഷിക്കും. വസ്സമറാത്ത്, കായ്ക്കനികൾ കിട്ടാതെ അല്ലാഹു തആല പരീക്ഷിക്കും. അപ്പൊ നബിയെ സന്തോഷ വാർത്ത അറിയിക്കണേ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണേ. അല്ല പറയാ,
മനുഷ്യരുടെ മുമ്പിലേക്ക് പരീക്ഷണം വരുമ്പോൾ, ചില വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ ചില ആളുകൾ എൻ്റെ ഉമ്മ പോയി, എൻ്റെ വാപ്പ പോയി, എന്താ അള്ളാഹ്ക്ക് പറ്റിയത് പറയരുത്. ഇല്ല സുഹൃത്തുക്കളെ, എന്ത് പറ്റി അള്ളാഹ്ക്ക്? ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എൻ്റെ ഉമ്മാൻ എന്തിനാ കൊണ്ടുപോയത്? എൻ്റെ വാപ്പാൻ എന്തിനാ കൊണ്ടുപോയത്? എന്നെയും കൂടി തിരിച്ചു വിളിച്ചുകൂടായിരുന്നോ? സങ്കടം കൊണ്ട് പറഞ്ഞു പോവാണ്. അതെ, ആശ്വാസമാകുമ്പോൾ അവരെ ഇരുത്തി സമാധാനത്തിൽ പറഞ്ഞു കൊടുക്കണം. കാലത്തെയും അള്ളാഹുവിനെയും ഒന്നും കുറ്റപ്പെടുത്താൻ പാടില്ല. പരീക്ഷണങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വരേണ്ടതാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഓരോരുത്തരും ഓരോ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ്. അങ്ങനെ വരുമ്പോ അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, ആപത്ത് ബാധിച്ചു കഴിഞ്ഞാൽ ഖാലു, വിശ്വാസികളായ ആളുകൾ പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം എന്നതാണ് അല്ലാഹു തആലയുടെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. അജബൽ ലി അംറിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. എന്താ അത്ഭുതമാകാൻ കാരണം? ഇന്ന അംറഹു കുല്ലഹ്, അവന്റെ എല്ലാ കാര്യങ്ങളും, അല്ലേ, എല്ലാ കാര്യങ്ങളും ലഹു ഖൈർ, അവന് നന്മയാണ്. ഓന്റെ ഉമ്മ മരിച്ചു, ഓന്റെ ഉപ്പ മരിച്ചു, ഓന്റെ മോൻ മരിച്ചു, ഓന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവർ മരിച്ചു, ഇതുവരെ സമ്പാദിച്ചു വെച്ചത് മുഴുവനും നഷ്ടമായി. എല്ലാ മനുഷ്യരെ വിശ്വാസികൾ എന്ന നിലക്ക് അതെനിക്കൊരു ഖൈറുണ്ടാകുമെന്ന നിലക്ക് ചിന്തിക്കാനും ആലോചിക്കാനും കഴിയണം. എന്താ കാരണം? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ, ഒരു വിശ്വാസിക്ക് ഒരു സന്തോഷമുണ്ടായാൽ ശക്കറ, അവൻ അള്ളാഹുവിന് നന്ദി കാണിച്ചു, അതവന് ഖൈറാണ്. ഒരു വിശ്വാസിക്ക് ആപത്ത് വന്നു, അപ്പോൾ അവൻ അള്ളാഹുവിന്റെ മുമ്പിൽ ക്ഷമിച്ചു, സ്വബറ, അതും അവന് ഖൈറാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഇത് മുഅ്മിനല്ലാതെ മറ്റാർക്കുമില്ല. ഇത് മുഅ്മിനല്ലാതെ മറ്റാർക്കുമില്ല. ദുരന്തമല്ലാതെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടറായി ഇറങ്ങുന്ന സമയം നിങ്ങളൊക്കെ വായിച്ചിരുന്നു വാർത്ത. ഒരു സഹോദരൻ മരിച്ചു, തളർന്നു വീണ് മരിച്ചു. ആ സഹോദരൻ്റെ അച്ഛൻ, എന്തിന് ഞാൻ പഠിപ്പിച്ചുവനെ, എന്തിന് ഞാൻ ക്യാഷ് മുടക്കിയവനെ, എന്തിന് ഞാൻ ഹോസ്റ്റൽ ഫീ അടച്ചു, എന്ത് പ്രതീക്ഷയിലാണ് ഞാൻ എൻ്റെ മോനെ വളർത്തിയത്, ഇനി എനിക്ക് എന്ത് കിട്ടും, എവിടുന്ന് കാണും ഞാൻ അവനെ? അയാൾക്ക് പരലോക വിശ്വാസമില്ല, മറിച്ച് പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരാളുടെ മോനാണ് അവൻ ഡോക്ടറായി പുറത്തിറങ്ങുന്ന ചടങ്ങിൽ വെച്ച് തളർന്നു വീണ് മരിച്ചതെങ്കിലും ഇതിലൊരു ഖൈറുണ്ടാകും. ഇതുവരെ ഞാൻ അവനെ വളർത്തിയത് ഏറ്റവും നല്ല മാർഗത്തിലാ, അവന്റെ നമസ്കാരവും അവന്റെ ദീനീ പ്രവർത്തനങ്ങളും നേരെയായിരുന്നു. പരലോകത്ത് എനിക്ക് രണ്ടാമത് അവന്റെ കൂടെ ചേരാൻ സാധിക്കുമെന്ന വിശ്വാസവും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയും അതേ ആ മനുഷ്യന്റെ മനസ്സിനെ ആ ക്ഷമയുടെ വർത്തമാനങ്ങൾ പറയാതെ ക്ഷമയുടെ വാക്കുകൾ പറയാൻ പിടിച്ചു നിർത്തും. അതാ പറഞ്ഞത്, വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, മുഅ്മിനല്ലാതെ ഇതാർക്കാണ്? വേറൊരാൾക്ക്, ഏത് മനുഷ്യനെ കിട്ടാനാ? എല്ലാം ഖൈറായി മാറാൻ. ഇൻ അസ്വാബത്തുഹു സറാ, ഒരു മനുഷ്യന് സന്തോഷം വന്നാൽ ശക്കറ, അവൻ അള്ളാനെ സ്തുതിച്ചു. കിട്ടാത്ത ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടി, പടച്ചോനെ നിനക്ക് സ്തുതി, അല്ലാഹുവേ നിനക്ക് സ്തുതി. ഫകാന ഖൈറൻ ലഹു, അതവന് നന്മയാണ്. വ ഇൻ അസാബത്തുഹു ലറാ, അവൻ ആപത്താണ് വന്നത്, ബുദ്ധിമുട്ടാണ് വന്നത്, പ്രതീക്ഷകളെ മുഴുവനും തകർത്തെറിഞ്ഞതാണ് വന്നത്. സബറ, അവൻ ക്ഷമിച്ചു. ഫകാന ഖൈറൻ ലഹു, അതും അവന് ഖൈറാണ് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുക. ഇനി രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്ത് നമ്മളെ പഠിപ്പിക്കുക. ഈ ഖുത്ബയിൽ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. കാന ഫിൽ അർളി അമാനാനി, ഈ ഭൂമിയിൽ രണ്ട് അമാനത്തുകളുണ്ട്. അതോ ഈ ഭൂമിയിൽ രണ്ട് രക്ഷാമാർഗങ്ങൾ നമുക്കുണ്ട്, സുരക്ഷിത മാർഗങ്ങളുണ്ട്. മിൻ അദാബില്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ട് പ്രത്യേക മാർഗങ്ങളുണ്ട്, രണ്ട് സുരക്ഷിത മാർഗങ്ങളുണ്ട്. അതേതാറിയോ? ആ രണ്ട് മാർഗങ്ങൾ എന്താണ് എന്ന് പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫറുഫിഅ അഹദുഹുമാ, ആ രണ്ടിൽ ഒന്ന് ഉയർത്തപ്പെട്ടു. ആ രണ്ടെണ്ണത്തിൽ ഇനി ഒന്നേ ബാക്കിയുള്ളൂ. ഒന്ന് അല്ലാഹു തആല ഉയർത്തിക്കഴിഞ്ഞു. എന്നിട്ട് ആ വിഷയത്തെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ഫദൂനകുമുൽ ആഖർ, രണ്ടിൽ ഒന്ന് നമുക്കിവിടെ ബാക്കി വെച്ചുകൊണ്ട് ഒന്നിനെ അല്ലാഹു ഉയർത്തിയിരിക്കുകയാണ്. വതമസ്സകൂ ബിഹി, അതിനെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ.
അള്ളാന്റെ പരീക്ഷണങ്ങളിൽ നിന്നും കടുത്ത ആപത്തുകളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടാനുള്ള, നമുക്ക് മോചനം കിട്ടാനുള്ള 2 വഴികളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അമ്മൽ മർഫൂ, ഉയർത്തപ്പെട്ടത് എന്താണ്? ഫറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ആ 2 മാർഗത്തിലൊന്ന്. മുത്തി നബി നിങ്ങളുടെ കൂടെ ഉണ്ടാവുക എന്നതായിരുന്നു. അത് അല്ലാഹു ഉയർത്തിയിരിക്കുന്നു. വഅമ്മൽ ബാഖി മിൻഹുമാ, അതിൽ ബാക്കിയുള്ളത് ഫല്ലിസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക എന്നതാണ്. ഈ അപകടം കേട്ടപ്പോ എത്ര ആളുകൾ അവനവൻ ചെയ്തു പോയ തിന്മകളെ ആലോചിച്ചിട്ട് ഇസ്തിഗ്ഫാർ നടത്തി. എന്താല്ലേ വല്ലാത്തൊരു അവസ്ഥയായി. ഇതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഓരോ വാചകങ്ങൾ അവസാനിപ്പിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ എനിക്ക് നീ പുറത്തു കൊണ്ടല്ല, എന്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് റബ്ബേ, എന്റെ വാക്കിൽ അപകടമുണ്ട് റബ്ബേ, എന്റെ നോട്ടത്തിൽ അപകടമുണ്ട് റബ്ബേ, പടച്ചവനെ എന്റെ പെരുമാറ്റത്തിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് നാദാ, എന്റെ ക്രയവിക്രയങ്ങളിൽ അബദ്ധമുണ്ടായിട്ടുണ്ട് നാദാ, എന്റെ ഇബാദാത്തുകളിൽ അശ്രദ്ധ വന്നിട്ടുണ്ട് റബ്ബേ, അസ്തഗ്ഫിറുല്ലാഹ് റബ്ബേ എനിക്ക് നീ പുറത്തു കൊണ്ടല്ല. എത്ര ആളുകൾ പറഞ്ഞു? അപകടത്തെ ചർച്ച ചെയ്തപ്പോ ഓരോ മയ്യത്തും ഇങ്ങനെ കിട്ടുന്നത് ടിവിയിൽ അതിന്റെ എണ്ണം ഇങ്ങനെ കാണിക്കുമ്പോ പടച്ചവനെ എനിക്ക് പുറത്തു കൊണ്ടാ എന്ന് പറയാൻ എത്ര പേർക്ക് സാധിച്ചു പ്രിയപ്പെട്ടവരെ? അപ്പൊ 2 മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഖുർആൻ തന്നെ ഈ വിഷയം പറയുന്നുണ്ട്. വമാ കാനല്ലാഹ്, നോക്കൂ അല്ലാഹു ഖുർആനിൽ പറയാ വമാ കാനല്ലാഹ്, അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയാ വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, ഓ നബിയേ താങ്കൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ നാം അവരെ ശിക്ഷിക്കുകയില്ല. അതിന് തഫ്സീർ പറഞ്ഞാൽ എന്താ അറിയോ? ഒന്നിച്ചൊരു ശിക്ഷ മുത്തുനബിയുടെ ഉമ്മത്തിന് കൊടുക്കൂലാന്നാ. എന്താ അങ്ങനെ പറയാൻ കാരണം? നൂഹ് നബിയുടെ കാലത്ത് ശിക്ഷിച്ചത് ഒരാളെയും ബാക്കി വെക്കാതെയാണ്, ഒരൊറ്റ അവിശ്വാസിയെയും ബാക്കി വെക്കാതെ ശിക്ഷിച്ചു. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ ശിക്ഷിച്ചപ്പോ പിന്നെ അവിടെ അവിശ്വാസികൾ ആരുമില്ല, എല്ലാം ഒന്നിച്ചല്ല നശിപ്പിച്ചു കളഞ്ഞു. നൂഹ് നബിയുടെ കപ്പലിൽ കയറിയവർ മാത്രം പിന്നെ ലോകത്ത് ബാക്കിയായത്, വേറെ ഒറ്റ മനുഷ്യനുമില്ല. അതുകൊണ്ടാ മൃഗങ്ങളിൽ നിന്ന്, ചെടികളിൽ നിന്ന്, പക്ഷികളിൽ നിന്നൊക്കെ ജോഡി കയറ്റാൻ പറഞ്ഞത്. എല്ലാവരും നശിപ്പിച്ചു. അങ്ങനെ ഒന്നിച്ച് നശിപ്പിക്കുന്ന ഒരു രീതി ഇനി ഖിയാമത്ത് നാളാ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു തആല പറയാ. അത് മുത്തുനബി ജീവിച്ചിരിക്കുന്ന 23 നബിയായി ജീവിച്ചിരിക്കുന്ന 23 വർഷക്കാലം ആ ഒരു നാടിനെ മുഴുവനും നശിപ്പിച്ചു കളയുന്ന ഒരു ദുരന്തം ആ നാട്ടിലുണ്ടായിട്ടേ ഇല്ല. അല്ലാഹു തആല ഖുർആനിൽ പറയാ വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, താങ്കൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ താങ്കളെ എതിർക്കുന്നവർ എപ്പോഴറിഞ്ഞായത്തറിയോ? എന്നാ കോണി വെച്ചൊന്ന് ആകാശത്തേക്ക് കയറ്, നിങ്ങൾ അള്ളാന്റെ നബിയാണെങ്കിൽ ഇങ്ങനെ നബിയിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുത്തി. അപ്പോൾ കൂട്ടത്തിലെ സഹാബികളൊക്കെ ഇങ്ങനെ പറയാ ഇവരെ അള്ളാഹ് ഒന്ന് ശിക്ഷിച്ചെങ്കിൽ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ അല്ലാഹു തആല മുത്തുനബിയോട് പറയാ താങ്കൾ ഉണ്ടായിരിക്കെ ഇവരെ ഒന്നിച്ച് ശിക്ഷിക്കുന്ന ഒരു ശിക്ഷയും ഇവരുടെ മേൽ ഇറക്കുകയില്ല. 2 വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കെ അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. അപ്പം എന്താ നമുക്കുള്ള ഓഫർ? ഇനി മുത്തുനബി നമ്മളെ കൂടെ ഉണ്ടോ? ഇല്ല. പിന്നെ നമുക്കുള്ള ഓഫർ എന്താ? ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുക, പടച്ചോനെ പുറത്തുകൊണ്ട. ഇത് പറയാൻ ഒരു ക്യാഷിൻ്റെ മുടക്കില്ല, ഒരു നയാ പൈസയുടെ മുടക്കില്ല. അപ്പം ഈ ഖുത്ബയിൽ കേട്ട വിഷയങ്ങളിൽ സുപ്രധാനമായി നമ്മുടെ മനസ്സുകളിൽ ഇതുണ്ടാകണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. ഞാൻ ഈ ഖുത്ബ ആരംഭിച്ചപ്പോൾ തന്നെ പടച്ചവനെ പുറത്തുകൊണ്ട് അല്ലാ ഞങ്ങളുടെ പാപങ്ങളെ നീ മായ്ച്ചു കളഞ്ഞ് അനുഗ്രഹിക്കണം അല്ലാ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളിൽ തെറ്റ് സംഭവിച്ചവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഖുത്ബക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ലാ തഖൂമു സ്സാഅ, ലോകം അവസാനിക്കുകയില്ല, ഹത്താ യുഖ്ബലൽ ഇൽമ, ഇൽമു ഉയർത്തപ്പെടാതെ, ഇൽമിനെ പിടികൂടുക.
പണ്ഡിതന്മാർ നന്നായിട്ട് ഇൽമ നേടിയ ആളുകളെ പെട്ടെന്ന് മരണം പിടികൂടിയിട്ടല്ലാതെ ലോകം അവസാനിക്കുകയില്ല. ഭൂകമ്പങ്ങൾ അധികരിക്കാതെ ലോകം അവസാനിക്കുകയില്ല. കാലം അടുത്തു വരാതെ ലോകം അവസാനിക്കില്ല. സമയം ഉണ്ടാവില്ല ഒന്നിനും. നിന്റെ ജമാഅത്തിന് എവിടെ സമയം എന്ന ആളുകൾ പറയാ. മുമ്പുള്ള ആളുകൾക്ക് 24 മണിക്കൂർ തന്നെ, അന്നും മണിക്കൂറിൽ 60 മിനിറ്റ് തന്നെ, അന്നും മിനിറ്റിൽ ഇത്ര സെക്കൻഡ് തന്നെ. പക്ഷേ അവർക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു. ഖുർആൻ ഓതാൻ സമയം ഉണ്ടായിരുന്നു, ഖുർആൻ വായിക്കാൻ സമയം ഉണ്ടായിരുന്നു. അന്ന് മൊബൈലിൽ ഓതാനുള്ള സംവിധാനം ഇല്ലാഞ്ഞിട്ടും അവർക്ക് ഇഷ്ടം പോലെ ഓതാൻ സമയം ഉണ്ടായിരുന്നു. ഇത്രയും ടെക്നോളജി ഇല്ലാഞ്ഞിട്ടും അവർക്ക് പള്ളിയിൽ നേരത്തെ എത്താൻ പറ്റിയിരുന്നു. ഇന്ന് എല്ലാ സംവിധാനവും ഉണ്ട്, പെട്ടെന്ന് വരാൻ പറ്റിയ ബൈക്കുണ്ട്, കാറുണ്ട്. എന്നാലും ആളുകൾ പള്ളിയിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും. എന്താ കാരണം? സമയമില്ല. എവിടെ സമയം എന്നാണ് ആളുകൾ ചോദിക്കുക. എവിടെ സമയം? അതാ പറയുന്നത്, കാലം ഇങ്ങനെ അടുത്തു വരും, ബറക്കാത്തുകൾ നഷ്ടപ്പെടുമെന്നാണ് അർത്ഥം. നല്ല കുഴപ്പങ്ങൾ വർദ്ധിക്കും, കൊലപാതകങ്ങൾ വർദ്ധിക്കും. പോരാ, എല്ലാവരുടെയും കയ്യിലൂടെ പണം എങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. ദാരിദ്ര്യമൊക്കെ പോയി എന്ന് വിചാരിക്കുന്ന ഒരു സമയം വരും, എല്ലാവരുടെ കയ്യിലും പൈസ ആയിരിക്കും. അങ്ങനെ ഒരു സമയം വരാതെ അള്ളാഹ് ലോകത്തെ നശിപ്പിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലേ, LKG കുട്ടിയുടെ കയ്യിൽ 500 നോട്ടാണ്ടാവുക ബാഗിൽ. എന്താ കാരണം? അവിടെ വെച്ചതാ, രസത്തിന് വെച്ചു കൊടുത്തതാ രക്ഷിതാക്കള്. എല്ലാവരുടെ കയ്യിലും ഇങ്ങനെ പണം ഒഴുകുന്ന, എല്ലാവരും വലിയ വീടുകൾക്ക് വേണ്ടി മത്സരിക്കുന്ന, കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന, കാലം സമയമില്ലെന്ന് പറഞ്ഞ് സർവ്വ ബറക്കാത്തുകളും നഷ്ടപ്പെട്ട് ഖുർആൻ ഓതാനും നിസ്കരിക്കാനും ഒന്നിനും സമയമില്ല. ഞാൻ എൻ്റെ കച്ചവടത്തിലാ, ഞാൻ എൻ്റെ ക്രയവിക്രയത്തിലാ, ഞാൻ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയുള്ള ഓട്ടത്തിലാ, ഞാൻ അവിടേക്കാണ് ഇവിടേക്കാണ്. നമസ്കാരത്തിന് സമയമില്ലാതെ, പള്ളിയുമായി ബന്ധപ്പെടാൻ സമയമില്ലാതെ, ഖുർആൻ ഓതാൻ സമയമില്ലാതെ, ദീന് പഠിക്കാൻ സമയമില്ലാതെ, ആഴ്ചയിൽ 1 മണിക്കൂർ കരുന്നച്ചിക്കാരെ QHLS-ലേക്ക് വിളിക്കുമ്പോ എവിടെ സമയം? സമയമുണ്ട്. ഇതുപോലെ ഒരു മണ്ണിലോ ഒരു ചെളിയിലോ അല്ല, സാധാരണ മരണം വരിച്ച് പള്ളിപ്പടിയുടെ കബറിലേക്ക് കൊണ്ടുപോകാൻ ഒരു ബെഞ്ചിൽ മലർത്തിക്കിടത്തുന്ന സമയമില്ലേ? ആ സമയം നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടാകും. അതുവരെ ആർക്കും സമയമില്ലെന്നാണ് എല്ലാവരും പറയുക. അങ്ങനെ ഒരു കാലം നമ്മുടെ മുമ്പിലേക്ക് വരുമെന്നതാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഒരു കവി പറഞ്ഞു, ലൗലാ ശുയൂഖുൻ ലില്ലാഹി റുക്ക. വൃദ്ധന്മാരൊക്കെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന് ആരാധന നടത്തുന്ന വൃദ്ധന്മാരെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ, അനാഥ മക്കൾക്ക് മുല കൊടുക്കുന്ന ഒരു സംവിധാനം, ഉമ്മ മരിച്ചുപോയ കുട്ടികളെ തൻ്റെ സ്തനത്തിലേക്ക്, തൻ്റെ മാറിടത്തിലേക്ക് ചേർത്തു പിടിച്ച് മുലയൂട്ടുന്ന സ്ത്രീകളും അനാഥ മക്കളും ഇല്ലായിരുന്നുവെങ്കിൽ, ഒന്നുമറിയാത്ത നാക്കാലികൾ മേച്ചിൽ പുറങ്ങളിലൂടെ ഇങ്ങനെ പുല്ല് മേഞ്ഞ് നടക്കുന്നില്ലായിരുന്നുവെങ്കിൽ, എത്രയോ വേഗത്തിൽ അള്ളാഹു നിങ്ങളുടെ മേൽ ശിക്ഷ ചൊരിയുമായിരുന്നു. ഞാൻ നിങ്ങളുടെ ചെയ്തികൾ കണ്ട് ശിക്ഷ നിങ്ങളുടെ മേൽ വേഗതയിലാക്കാൻ ഒരുപാട് അവസരങ്ങൾ മനുഷ്യർ തരുന്നുണ്ട്. പക്ഷെ തരാത്തത് എന്തെന്നറിയുമോ? അനാഥ മക്കളെ മുലയൂട്ടുന്ന ഒരു സംവിധാനം ഇവിടെ എത്രയോ സ്ത്രീകൾ നെഞ്ചിടത്തിലേക്ക് ചേർത്ത് പിടിച്ച് ഉമ്മ മരിച്ചുപോയ മക്കളെ മുലയൂട്ടുന്നുണ്ട്. ഒന്നുമറിയാത്ത നാക്കാലികൾ പുൽമേടകളിലൂടെ മേഞ്ഞു നടക്കുന്നുണ്ട്. വൃദ്ധരായ എത്രയോ മനുഷ്യർ അള്ളാഹുവിന്റെ മുമ്പിൽ റുക്കുഉം സുജൂദും ഇബാദത്തുകളും നടത്തുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്നുള്ള ശിക്ഷയെ ഞാൻ വൈകിപ്പിക്കുകയാണ് എന്ന് അല്ലാഹു തആല ആ നിലക്കാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കവികൾ ചില സംഭവങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പാടുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിൽ നിന്ന് ചില പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. എല്ലാവരും കൂടി പോവാനോ? സഹായിക്കാനല്ല. എല്ലാവരും കൂടി അങ്ങോട്ട് പോവാണ് ദുരന്തം നടന്ന സ്ഥലത്തേക്ക്. എന്നിട്ട് അവിടെ ഞാനാ ഫസ്റ്റ് എത്തിയെന്ന് പറയാനാ, ഞാൻ ഇന്ന സ്ഥലം വരെ പോയി എന്ന് ഫേസ്ബുക്കിൽ ഇടാനാണോ? വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാനാണോ? അവിടെ പോയി സെൽഫി എടുത്തിടാനാണോ? ഇല്ല. വിശ്വാസികളെ, നമ്മൾ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏർപ്പാടിന് പോകരുത്. ഇവിടുന്ന് ഔദ്യോഗികമായ അറിയിപ്പ് വന്നു, ഇനി ആരും ഇങ്ങോട്ട് നോക്കി നിൽക്കാൻ വരരുത്.
കാഴ്ചക്കാരായി ആരും വരരുത്, എന്നാലും അനുസരിക്കുന്നില്ല. അതാണ് പടച്ചവനോടുള്ള ധിക്കാരം അല്ലേ? എന്നാലും ഞങ്ങൾ പോവുക, ഇതിലെ പോവരുതെന്ന് അതിലെ പോവും, ഇതിലെ വരരുതെന്ന് അപ്പുറത്ത് കൂടി വരും. അനുസരിക്കാൻ പഠിക്കണം നമ്മൾ. അള്ളാഹുവിന്റെ ശിക്ഷ വീണ്ടും നമ്മുടെ മേൽ ചൊരിയാതിരിക്കാൻ അവിടുത്തെ ഔദ്യോഗികമായ ആളുകൾ പറയുന്നു, ഇപ്പോൾ ആരും കാഴ്ചക്കാരായി വരരുത് എന്ന് പറഞ്ഞാൽ അനുസരിക്കണം. ഇന്ന് ഒരു ക്യാമ്പിൽ നിന്ന് ഒരു സഹോദരി അവിടുത്തെ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞു, എന്താണ് മനുഷ്യരെ നിങ്ങൾ തമാശയാക്കുകയാണോ? ഞങ്ങളൊക്കെ ഉടയവരും ഉറ്റവരും നഷ്ടപ്പെട്ട് ഈ ക്യാമ്പിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ ഉപയോഗിക്കാൻ പോലും പറ്റാത്ത ഡ്രസ്സ്, കീറിയ ഡ്രസ്സ്, ഒന്ന് അലക്കുക പോലും ചെയ്യാത്ത ഡ്രസ്സ് കൊട്ടക്കണക്കിന് കൊടുത്തയച്ചിരിക്കുകയാണ്. പൊട്ടിയ ചെരുപ്പുകൾ ധാരാളം ക്യാമ്പിലെത്തിയിരിക്കുകയാണ്. എന്നിട്ട് ആ ക്യാമ്പിൽ ഒരു സ്ത്രീ ഇതിന്റെ വീഡിയോ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോഴും തമാശയാക്കുകയാണോ ഞങ്ങളെ? ആണോ? ഇതെന്താ ഈ മനുഷ്യർക്ക് ബോധല്ലേ? നമുക്ക് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത കീറിയ ഡ്രസ്സ്, ചെളിയായ ഡ്രസ്സ് കൊടുത്തയച്ചിരിക്കുക. വീട്ടിലത്തെ വേസ്റ്റ് കൊടുത്തയക്കാനുള്ള സ്ഥലമാണോ ദുരന്തം നടക്കുന്ന സ്ഥലം? ഇതൊക്കെ ചിന്തിക്കണം, ആലോചിക്കണം. ചില ആളുകൾക്കെല്ലാം തമാശയാണ്. ആ തമാശകൾ അവസാനിപ്പിക്കാനുള്ള സമയമായി എന്ന ബോധം നമുക്കുണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് രാവിലെ ആ സ്ത്രീ വളരെ വേദനയോടുകൂടി പറയും, ഒരാളല്ല, ഒരു കൂട്ടം സ്ത്രീകൾ, അതിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ റൂമിൽ കൂട്ടിയിട്ട് ഇതിൽ ഒന്നുപോലും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതില്ല, നിങ്ങളെന്താ ഞങ്ങളെ തമാശയാക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അവർ പറയുന്നൊരു ബോർഡ് വെച്ചിരിക്കടെ, ആരും പഴയ ഡ്രസ്സ് കൊടുത്തയക്കരുത്, പുതിയത് മാത്രം, നിങ്ങൾ തന്നിട്ടില്ലെങ്കിലും വേണ്ട എന്നൊക്കെ അവർ പറയേണ്ട. വേദനിച്ച് ഉച്ചവരും ഉടവരും പോയവർ അത് പറയേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് തമാശയാക്കുകയാണോ മനുഷ്യർ? അതുകൊണ്ട് ചിന്തിക്കണമെന്ന് ഞാൻ എന്നോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് എന്നെയും നിങ്ങളെയും ആലോചിക്കുന്ന ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വേദനിക്കുന്നവരോടൊപ്പം നിൽക്കാൻ, വേദനിക്കുന്നവർക്ക് സഹായ ഹസ്തം നീട്ടാൻ കഴിയുന്നവരായി നമ്മൾ മാറണം. ഇന്നത്തെ ഈ പള്ളിയിലെ കലക്ഷൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നല്ല ഒരു കലക്ഷൻ നമുക്ക്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തർ കൊണ്ട് കൊടുക്കുകയല്ല, നമ്മളെല്ലാവരും ഇന്ന് കേരളത്തിലെ എല്ലാ പള്ളിയിലും കലക്ഷൻ എടുക്കുക. അത് മൊത്തം ഒരു സംഖ്യയാക്കി എടുത്ത് വളരെ വിശ്വാസയോഗ്യമായ നിലയിൽ ഇപ്പോൾ കൊടുക്കാനല്ല, ഇന്ന് കൊടുക്കാനല്ല, ഒന്ന് ഒതുക്കിയിട്ട് എന്താണ് അവിടെ ചെയ്യേണ്ടത്? അതിലെത്രയോ കുടുംബങ്ങൾക്ക് വീടില്ല. ചില ആളുകൾക്ക്, പ്രിയപ്പെട്ടവരെ, സഹായം വീടല്ല വേണ്ടത്, ഇനി ജീവിക്കാനുള്ള ചില മാർഗങ്ങളാണ്. റിക്ഷ പോയവർക്ക് റിക്ഷയാണ്, ഒരു ടാക്സി പോയവർക്ക് ആ വാഹനമാണ് വേണ്ടത്, അവർക്കൊരു ഉപജീവന മാർഗമാണ്. എന്താണ് വേണ്ടത് എന്ന് നോക്കി വേണ്ടതുപോലെ നിർവഹിച്ച് ഒരു കൂട്ടമായി നമ്മളെല്ലാവരും സ്വരൂപിക്കുന്ന ഒരു പണം ഇത്രയാണ് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞ്, പ്രിയപ്പെട്ടവരെ, ആ പണം യോഗ്യരായ മനുഷ്യരുടെ കരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇന്ന് നമ്മുടെ എല്ലാ പള്ളികളിലും അതിനു വേണ്ടിയുള്ള പണം സ്വരൂപിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിട്ടും പോക്കറ്റ് തപ്പി അതിലേറ്റവും ചെറിയ നോട്ട് ഏതായാലും കൊടുക്കാമെന്ന് വിചാരിച്ച് തൃപ്തിയില്ലാതെ ഒരു നോട്ടും നമ്മളാരും ആ ബക്കറ്റിലേക്ക് ഇടരുത്. അല്ല, അത് വാങ്ങാൻ നിൽക്കുന്നവരുടെ കൈകളിലേക്ക് കൊടുക്കരുത്. ഇതുപോലെ ഒരു ഗതി എനിക്ക് നാളെ വരാതിരിക്കട്ടെ, എനിക്ക് വേണ്ടി മറ്റുള്ളവരോട് ചോദിക്കേണ്ട ഒരവസ്ഥ നാളെ വരാതിരിക്കട്ടെ എന്ന നീയത്തോടു കൂടി തന്നെ നല്ല ബലപ്പെട്ട ഒരു സംഖ്യ, എൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തോ ഒന്ന് പോയിട്ടുണ്ട് എന്ന് തോന്നുന്ന ഒരു സംഖ്യ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഇന്ന് കൊടുക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ തഫ്സീറിൽ ഇങ്ങനെ പറഞ്ഞു, ഈ ഫസാദ്, കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്താ? കുഴപ്പമുണ്ടാകുമ്പോഴാണ് അള്ളാഹ് പരീക്ഷണങ്ങൾ ഇറക്കുക. എന്താ ഈ കുഴപ്പം എന്ന് പറഞ്ഞാൽ, എന്താ ഈ ഫസാദ് എന്ന് പറഞ്ഞാൽ, മൻ അസല്ലാഹ ഫിൽ അർള്, ആരെങ്കിലും അള്ളാഹുവിനെ ഭൂമിയിൽ വെച്ച് ധിക്കരിച്ചാൽ, ഫഖദ് അഫ്സദ ഫിൽ അർള്, അവൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയ ആളാ. നമ്മൾ വിചാരിക്കും, ഞാനിപ്പോൾ എന്താ ആരും കൊന്നിട്ടൊന്നുമില്ലല്ലോ, ആരെയും തല്ലാൻ പോയിട്ടില്ല, ഒരാളുടെ മുതലും കട്ടിട്ടില്ല, ഞാനിപ്പോൾ എന്താ ഫിത്ന ഉണ്ടാക്കിയത്, ഞാനിപ്പോൾ എന്താ ഫസാദ് ഉണ്ടാക്കിയത്? എന്താ ഫസാദ് എന്ന് പറഞ്ഞാൽ, മൻ അസല്ലാ, ആര് അള്ളാഹുവിനെ ധിക്കരിച്ചോ, ഫിൽ അർളി, ഭൂമിയിൽ അള്ളാഹ് പറഞ്ഞത് കേൾക്കാതെ ഒരു ടീം ഇങ്ങനെ ജീവിക്കുക. ഇപ്പം എത്ര, ഞാൻ ചോദിക്കുകയാണ്, കരുന്നച്ചിയിലും പള്ളിപ്പടിയിലും നമ്മളീ പരിസരത്ത് ഇപ്പം ഈ ജുമായക്ക് വരുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, സുബൈക്ക് ഇല്ലേ? അതിനൊരു കുഴപ്പം മനസ്സിലാകാനപ്പോൾ ഞാൻ പറയണത്. ഇത്രയും ആളുകൾ ഇപ്പോൾ ഇടയ്ക്കരുന്നോ അല്ലെങ്കിൽ നരേക്കാവുന്ന പാലയമാടുന്നൊക്കെ വന്ന അല്ലാത്ത ആളുകൾ ഈ നാട്ടിലുള്ളവരല്ലേ? എന്നാൽ ഈ സുബൈക്ക് ഇവിടെ എത്ര ആളുണ്ടാവും?
അതിന് അള്ളാഹിനോടുള്ള ധിക്കാരം. അതൊരു ധിക്കാരാണ്, വലിയ ധിക്കാരാ. 5 നേരം നിസ്കരിക്കാൻ പറഞ്ഞു ജമാഅത്തായിട്ട് പുരുഷന്മാരോട്. അപ്പം നമ്മൾ നാട്ടിലില്ല, ഉണ്ട്. നിങ്ങൾ സുബൈൻ്റെ മുമ്പ് ജമാഅത്തിന് മുമ്പ് പണിക്കോണോലാണോ? എനിക്കറിയില്ല. ആണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇവിടെ വേറെ എവിടെയെങ്കിലും നിസ്കരിക്കണവരാണോ? എന്നോട് ക്ഷമിക്കണം. രാത്രി ഡ്യൂട്ടിക്ക് പോകുന്നവരാണോ? എന്നോട് ക്ഷമിക്കണം. അതിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അപൂർവമായിരിക്കും. അപ്പം ഈ ബോധപൂർവം വീട്ടിൽ നിന്ന് പള്ളിക്കെത്താത്ത ആളുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ലേ? ഉണ്ട്. സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്തവരില്ലേ? ധിക്കാരാണ്, ധിക്കാരാണ്. അങ്ങനെ കുഴപ്പങ്ങൾ ഇഷ്ടം പോലെ എണ്ണാൻ പറ്റും. മൻ അസല്ലാഹ ഫിൽ അർദ് ഫഖദ് അഫ്സദ ഫിൽ അർദ്. അള്ളാഹിനോട് ധിക്കാരം ചെയ്തവൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയവരാണ്. എന്നിട്ട് പറയാണ് ലിഅന്ന സ്വലാഹൽ അർളി വസ്സമാ ബിത്വാഅ. ഈ ഭൂമിയും ആകാശങ്ങളുമെല്ലാം നിലനിൽക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനോട് കാണിക്കുന്ന അനുസരണയുടെ നിമിത്തമാണ്. ഈ ഭൂമിയും ഇതെല്ലാം നല്ല നിലയിൽ വർത്തിക്കുന്നത്. നമ്മൾ കുഴപ്പമുണ്ടാക്കുമ്പോൾ അല്ലാഹ് ഇതിനെ താളം തെറ്റിക്കും. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിൻ നാസ്. നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചു കൂട്ടിയത് നിമിത്തമാണ് കടലിലും കരയിലും പ്രശ്നമുണ്ടായിട്ടുള്ളത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചിന്തിക്കണം, ഉണരണം. ഓരോ സംഭവങ്ങളും നാട്ടിൽ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിലെത്തുന്നത് വരെ കാത്തിരിക്കലല്ല, മുൻകരുതലുകൾ, അള്ളാഹുവിനോട് ചെയ്യേണ്ട കടപ്പാടുകൾ, ബാധ്യതകൾ നിർവഹിച്ച് മുൻകരുതലുകൾ ഉണ്ടാകണം. സഹജീവികളോട്, നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യരോട് നമ്മുടെ മനസ്സലിയണം, നമ്മുടെ മനസ്സലിയണം. അവിടെ നിൽക്കുന്ന ഈ കലശന് വേണ്ടി നിൽക്കുന്ന ഒരാളെ കാണാതെ നമ്മളാരും പോകരുത്, കാണാതെ പോകരുത്. അള്ളാഹു അറിയും അല്ലേ? ഹോട്ടലിൽ കയറി ഒരു ചെറിയ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് എത്ര പൈസയാവും? എന്നിട്ട് എല്ലാ ദിവസവും നമ്മൾ ചായയും ഭക്ഷണമൊക്കെ കഴിക്കണില്ലേ? ഉണ്ട്. അത്യാവശ്യ സ്ഥലത്തേക്കൊക്കെ പോണില്ലേ? ഉണ്ട്. സുഹൃത്തുക്കളെ, ഒരു നല്ല തുക അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ കൊടുക്കുക. അള്ളാഹു ആപത്തിൽ നിന്ന് ഈ സഹായം നിമിത്തവും നമ്മുടെ നല്ല മനസ്സ് നിമിത്തവും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ, കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും നഷ്ടപ്പെട്ടവർ, എൻ്റെ കയ്യിൽ നിന്ന് ഉമ്മ പോയി, എൻ്റെ കയ്യിൽ നിന്ന് മോൻ പോയി, മോള് പോയി, ഗർഭിണിയായ എൻ്റെ മകൾ 9 മാസം തികയായിരുന്നു. ആ കുഞ്ഞുമായി അവൾ ഒലിച്ചു പോയി. ശരീരം പോലും കിട്ടിയില്ല, ശരീരം പോലും കിട്ടിയില്ല. ഒന്ന് കാണണമായിരുന്നു. ഒരു വീഡിയോ ഞാൻ രാവിലെ കണ്ടു. ഒരച്ഛൻ പറയാണ്, പിന്നെ എൻ്റെ കുട്ടീനെ തിരിച്ചറിഞ്ഞു, അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ കുട്ടിക്കൊരു ഉമ്മ വെക്കാൻ നിങ്ങൾ സമ്മതിക്കണം. ആളുകൾ പിടിച്ചു വെക്കുകയാണ്, നിങ്ങൾ അങ്ങോട്ട് പോകല്ലേ, ഇങ്ങനെ നോക്കിയാൽ മതി. അയാൾ പറയാ, എൻ്റെ കുഞ്ഞല്ലേ, എൻ്റെ ചോരയിൽ പിറന്നവളല്ലേ, ഞാനൊരു ഉമ്മ വെക്കുന്നതിന് നിങ്ങൾ എന്തിനാ പിടിച്ചു വെക്കണത്? ദയവ് ചെയ്ത് അയാളെ ഉമ്മ വെക്കാൻ പോലും സമ്മതിക്കാത്തൊരവസ്ഥ. കാരണം ചെളിയിലൊക്കെ പോണ്ട് പലതും ഒരുപാട് രോഗങ്ങളൊക്കെ പകരാനുള്ള സാധ്യതകളുണ്ട്. അതിൻ്റെയൊക്കെ മുൻകരുതലുകൾ ഉണ്ടാവും. പക്ഷെ എൻ്റെ ചോരയിൽ പറന്നവളെ ഞാനൊന്നുമ്മ വെക്കട്ടെ, എന്നെ തടുക്കല്ലേ എന്ന് പറഞ്ഞ് കരയുന്ന ഉപ്പമാർ, അച്ഛന്മാർ അല്ലേ? ഇതൊക്കെ നമ്മൾ കാണുകയാണ്, ഇതൊക്കെ നമ്മൾ കേൾക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എത്രയോ ദൂരം ഒലിച്ചു പോയിട്ട് ഒരു കമ്പിയിൽ പിടുത്തം കെട്ടിയിട്ട് രക്ഷപ്പെടുന്ന ഒരു സഹോദരി, വായിലും കയ്യിലുമൊക്കെ മണ്ണായി രാത്രിയുടെ ഇരുട്ടിൽ ചില കുന്നുകൾ കടിച്ചു പിടിച്ച് കയറിയവർ, അവരൊക്കെ ഉണ്ട് അതിൽ, അവരൊക്കെ ഉണ്ട്. അത് നമ്മളിവിടുന്ന് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്കതിൻ്റെ അവസ്ഥ മനസ്സിലാവില്ല. സുഹൃത്തുക്കളെ, ലോകം അവസാനിക്കുമ്പോൾ അള്ളാഹ് സൂര്യൻ്റെ പ്രകാശത്തെ കെടുത്തും, സൂര്യൻ്റെ പ്രകാശത്തെ കെടുത്തും. അൽ ഖാരിയ മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വഅഖ്റജത്തിൽ അർളു വഖാലഹ വഖാലൽ ഇൻസാനു മാ ലഹാ ഇദാ ശംസു കുവ്വിറത് വഇദൻ നുജൂമുൻ ഖദറത്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുക, സൂര്യൻ പ്രകാശത്തെ അവസാനിപ്പിക്കുക അല്ലേ? പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ ആ രോമങ്ങൾ പാറി നടക്കുന്ന പോലെ നടക്കുക, മനുഷ്യർ ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെ ആവുക. ഒരു ഘോര ശബ്ദം, ഞങ്ങൾ ഒരു ശബ്ദം കേട്ട് ഓടി, രണ്ടാമത്തെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് എൻ്റെ ഉമ്മ പോയി എന്ന്. നാളെ അൽ ഖാരിഅ, ഒരു മുട്ടിയലക്കുന്ന സൗണ്ട്. ആ കേട്ടത് വയനാടുത്തെ മനുഷ്യന്മാർ മാത്ര, മുണ്ടക്കൈയിലെ മനുഷ്യന്മാർ മാത്ര, നമ്മളാരും കേട്ടിട്ടില്ല. ഖിയാമത്ത് നാളിന്റെ മുഴക്കമുണ്ടല്ലോ, അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ലോകം മുഴുക്ക കേൾക്കും ആ സൗണ്ട്. എങ്ങോട്ട് ഓടണമെന്നറിയില്ല,
എങ്ങോട്ട് പോകണമെന്നറിയില്ല. അതിലേക്കുള്ള സൂചനയാണ് ലോകത്ത് നടക്കുന്ന ചെറിയ ചെറിയ കുലുക്കങ്ങളും പ്രകമ്പനങ്ങളുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവേ, ആപത്തിൽ നിന്ന്, ദാരുണമായ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾക്ക് സമാധാനവും മനഃശാന്തിയും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അപകടത്തിൽപ്പെട്ടവർ പടച്ചവനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, അവർക്ക് നീ ആശ്വാസം കൊടുക്കണേ അല്ലാ. മരിച്ചു പോയവർക്ക് അല്ലാഹുവേ, അതിലെ ഏറ്റവും നല്ല സൂക്ഷ്മതയോടുകൂടി ജീവിച്ച കുറേ മനുഷ്യരുണ്ടാകും. പടച്ചവനെ, അവർക്ക് നീ ഷഹീദിൻ്റെ പദവി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, കുരുന്ന മക്കൾ അവർ സ്വർഗത്തിലേക്കുള്ളവരാണ്, ഉന്നത പദവി നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആവശ്യത്തിന് മഴയായിട്ടുണ്ട് എന്ന്, ഇല്ലയോ ഉണ്ടോ എന്ന് കൃത്യമായി അറിയുന്നവനാണ് നീ. അല്ലാഹുവേ, ഈ നാടിൽ ഓരോ പരിസരത്തും എത്ര വെള്ളം വേണമെന്ന് നിശ്ചയിക്കുന്നവൻ നീയാണ് റബ്ബേ. അതായിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഈ മഴവെള്ളം നീക്കിക്കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇനിയും ഞങ്ങളുടെ കൺമുമ്പിലൂടെ ഒരു ദുരന്തം കാണാനുള്ള ഒരവസരം തരാതെ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇസ്തിഗ്ഫാർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ പാപമോചന പ്രാർത്ഥനകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവേ, ഞങ്ങളുടെ പൊറുക്കലിന് തേടലുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനി മുതൽ അങ്ങോട്ട് വർദ്ധിപ്പിച്ച് നിന്നെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തക്കീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. വേദനിക്കുന്ന, പ്രയാസപ്പെടുന്ന മനുഷ്യർക്കു വേണ്ടി നീ തന്ന സ്വത്തിൽ നിന്ന് കൂടുതൽ അവർക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين. الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن محمد رسول الله.